Hello guys, welcome to our new video from ആലപ്പുഴ. Houseboat. എന്റെ ഈ മഞ്ഞ ഷർട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ഇങ്ങനത്തെ കളർ ഇട്ടാണ്ടല്ലോ എന്നെ കളിയാക്കി കൊല്ലും. ഇത് മഞ്ഞ കൂട്ടാനിട്ട് വന്നിരിക്കുന്നല്ലേ? അല്ല, ഈ മഞ്ഞ വിവോന്റെ ഫോണിന്റെ ഒരു പരസ്യത്തിന് വേണ്ടി എടുത്തതാ. മഞ്ഞക്കിളിയായിരിക്കും. സുന്ദരി മഞ്ഞക്കിളി. സുന്ദരി മഞ്ഞക്കിളിയാണ് ഞാൻ. ഞങ്ങൾ എപ്പോഴും അത് ഒരു മാച്ചും ഇല്ലാത്ത തന്നെ. ഞങ്ങൾ രണ്ടുപേരും മാച്ച് ഇല്ല. അങ്ങനെ ഒന്നുമില്ല. രാത്രി ഒന്നുമില്ല, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങള് ചെലവ് ഒരുക്കേണ്ട ഇതില് ഞങ്ങള് തന്നെ എന്തൊക്കെയാണ് എടുക്കുന്ന ഡ്രസ്സ് തന്നെ ഒരു കളർ എടുത്താ പോയി. കുഞ്ഞാന്റെ സ്വഭാവം കേട്ടല്ലേ? കല്യാണം കഴിഞ്ഞ് 10 വർഷമായ പോലെ. 1 വർഷമായിട്ടുണ്ട്. എന്നെ കുറ്റം പറയണപ്പോ വ്ളോഗ്. സോ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് ഹൗസ് ബോട്ടിലാണ്. അപ്പൊ ഇന്നത്തെ എന്തൊക്കെ പരിപാടി? ഇന്നത്തെ പരിപാടി എന്താ? ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചൂട് ബ്രേക്ക്ഫാസ്റ്റ്. ഇതിന്റെ ഉള്ളിൽ തന്നെ കിച്ചൺ ഉണ്ട്. പോണതിന് മുമ്പ് കിച്ചൺ കാണിക്കണം. ഇഡ്ലി, ചട്നി, പിന്നെന്താ സാമ്പാർ. ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇനിയും ഐറ്റംസ് ഉണ്ടാവുമായിരിക്കും. നമ്മൾ ലൈറ്റ് ആയിട്ട് പറയാൻ കാരണമുണ്ട്. കാരണം ഒരു ഐഷുമാന്റെ വീട്ടില് നമുക്ക് ഫുഡ് ഉണ്ട്. സോ ഞങ്ങള് ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങും. ഇപ്പോൾ 1 മണിക്കൂറുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴയുടെ കറുത്തമുത്തും. അങ്ങനല്ല, അത് വലിയ ഇതില് പറയുമല്ലോ നമ്മള്. കറുത്തമുത്തായ ഹൃദയവുമായ ആലപ്പുഴനെ കുറിച്ച് ഒന്നും അറിയാത്ത സുന്ദരിയുമായ സൽസ്വഭാവിയുമായ ഡോക്ടറായ സർവോപരി ഡോക്ടറായ നമ്മളിന്ന് ആയിഷന്റെ, നീ ഇങ്ങോട്ട് വാ, ആയിഷന്റെ അടുത്ത് വാ, ഞാൻ പിടിക്കാം ക്യാമറ. ഡോക്ടറായ എന്റെ വീട്ടിലേക്ക് പോവാണ്. ഉമ്മ വീട്ടിലാ പോകുന്നേ, അതായത് വല്യുമ്മാന്റെ വല്ലുപ്പാന്റെ അവിടെ. വീട്ടിൽ പോയ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഞാൻ ആകെ ഈ വട്ടം വന്നിട്ട് ആകെ 3 ദിവസം അവിടെ നിന്നിട്ടുള്ളൂ. അതിന് മുമ്പ് ഞാൻ 3 കൊല്ലം കൂടി വന്നപ്പോ ശിങ്കു പറഞ്ഞ് കല്യാണം വയനാട്ടിക്ക് വാവാ. ടച്ചില്ല. അതാണ് ഞാൻ അവിടെ ആയിരുന്നു +1 +2. ഓരോ കൊല്ലം വരുന്തോറും ഓരോ പരിപാടികൾ. കഴിഞ്ഞ കൊല്ലം വന്നപ്പോ കല്യാണം പെട്ടിയെടുത്തോ. കമോൺ, എന്റെ വീട്ടില് തുടങ്ങി. നീ ഇറങ്ങിയോ രാവിലെ? വാവാ. അങ്ങനെ ഇതാണ്. പിന്നെന്താ പിന്നെന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഓ, നല്ല മഴ. പറയാം, എനിക്ക് ഇന്ന് നല്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് മോർണിംഗ് കിട്ടിയിരുന്നു. ഇവിടെ പ്രകൃതിയും വയനാടിനെ അങ്ങനല്ല, ഹൗസ് ബോട്ടും ഒരു ചെറിയ അതിനിടയിൽ ഒരു ചെറിയ ആട്ടും ഉണ്ട്. ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ ഇങ്ങനെ നല്ലൊരു വ്യൂ തുറന്നു വരുന്നുണ്ട്. നമുക്ക് വ്യൂ ഒക്കെ കാണാം. നല്ല അടിപൊളി വ്യൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഹൗസ് ബോട്ടിൽ വന്ന് സ്റ്റേ ഒക്കെ ചെയ്യണമെങ്കിൽ, ഈ ഹൗസ് ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് അൾട്രാ ലക്ഷറി ഹൗസ് ബോട്ടാണ്. നമ്മൾ കുറച്ച് നോർമലി പോകുന്ന ഹൗസ് ബോട്ടിനെക്കാട്ടിയും കുറച്ചുകൂടിയും നമുക്ക് സേഫറാണ്, പിന്നെ സ്റ്റാൻഡേർഡാണ്, കുറച്ച് ലക്ഷറിയാണ്, ഫുള്ളി AC ആണ്. ഈ റൂം ഇപ്പം ഫുള്ളി AC ആണ് കേട്ടോ, ഫുൾ വർക്കിംഗ് ആണ്. അവിടെ ചൂടും പുകയൊന്നും ഉണ്ടാവില്ല. ബേബീസിനൊക്കെ നമുക്ക് അയച്ചു വിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം. നമ്മൾ വീട്ടിൽ നടക്കണ പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ. യെസ്. അപ്പം കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്യണം. കാരണം ഇവിടെ 5 റൂമുണ്ട്. 5 റൂമുണ്ട്. ഫുള്ളായിട്ട് വന്നിട്ട് 5 ഫാമിലിക്കൊക്കെ സെറ്റാണ്. അടിപൊളിയാവും. എന്താ പറയുക, ഒറ്റ ഫാമിലിയൊക്കെ നോക്കുമ്പോൾ ആയിരിക്കും നമുക്ക് ബഡ്ജറ്റ് വലുതായിട്ട് തന്നാ. അപ്പോൾ ഒരു 5 ഫാമിലി, അതായത് നമ്മളൊരു കുടുംബം അല്ലെങ്കിൽ ഫ്രണ്ട് സെറ്റപ്പിൽ എന്താക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വന്നാലും ഇന്നലെ എൻ്റെ ഇക്കാക്ക വിളിച്ചപ്പോ പറഞ്ഞ് അപ്പൊ നമ്മൾ 5 ഫാമിലി പോയാല് കറക്റ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല, ഒന്ന് റിലാക്സ് ചെയ്യാൻ. എപ്പോഴെങ്കിലും ഇതിന് പോണം കൈസ്. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ട. ആലപ്പുഴക്കാർക്ക് ചിലപ്പോൾ ഇത് വലിയ പുത്തിരി ആയിരിക്കില്ല, പക്ഷെ നമ്മൾ വയനാട് ആലപ്പുഴക്കാർക്ക് ഇത് പുത്തിരിയാണ്.
എന്താ ഐറ്റിക്ക് എന്താ പ്രശ്നം? പക്ഷെ നമ്മള് ഈ കോഴിക്കോട് തൃശ്ശൂര് ആ ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര സെറ്റപ്പ് മീൻസ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. പുതിയ ബ്ലോഗറും അപ്പൊ പുതിയ ബ്ലോഗറിന്റെ ചാനലിന്റെ പേര് എല്ലാവർക്കും അറിയാലോ. ബ്ലോഗർക്ക് ഒരു ഷൗട്ട് ഔട്ട് കൊടുക്കാം. പുതിയ ചാനലിന്റെ പേര് FJ ബ്ലോഗ്സ്, ഫാത്തിമ ജാഫർ ബ്ലോഗ്സ്. എല്ലാരും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും ഡാൻസും പാട്ടും ഇവരൊക്കെ ഇതിലിടാൻ പറ്റൂലല്ലേ, പാട്ടുകളുണ്ട്. പിന്നെ വേറൊരു കാര്യം ഏറ്റവും അടുത്ത് പറയട്ടെ, പിന്നെ ഹോസ്പിറ്റാലിറ്റി അത് സെറ്റാട്ടോ. ഏത് പാതിരാക്കായാലും എന്തായാലും ഹോസ്പിറ്റാലിറ്റിയും അടിപൊളിയാണ്. ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കണ്ടിക്കണോ? ബസ് സ്റ്റോപ്പ് അല്ല, ബോട്ടിന്റെ സ്റ്റോപ്പ്. ബോട്ട് സ്റ്റോപ്പ് വിളക്കുമരം ജെട്ടി. ഇത് ബസ് സ്റ്റോപ്പ്. പക്ഷേ ഇത് വീടുള്ള ഏരിയാസ് കേട്ടോ. ഓക്കെ കമോൺ, ഇവർ ശല്യപ്പെടുത്തും. നമുക്ക് രണ്ട് വ്ളോഗ്സ് തമ്മിൽ കുറെ അനുകൂല്യങ്ങൾ കിട്ടും. യാസീം വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ ചിലപ്പോ നമ്മളെ കാണാത്ത ചാനലുകളുടെ ആൾക്കാരുണ്ടാവില്ല, അപ്പൊ അങ്ങോട്ട് കൂടെ പറയണം. സോ ഇഡലി എടുത്ത് വിഴുങ്ങി കളഞ്ഞാലേ സീന. ഓക്കെ, ഇതാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന സ്ഥലങ്ങളല്ലേ. എടി സൂം ചെയ്ത് കാണിച്ചു കൊടുക്കേ. എന്താ ആൾക്കാര് നടക്കണൊക്കെ നോക്ക്, വീടുകൾ നോക്ക് അവിടെ. അവൻ ഇത് ഓൻ എന്ത് വണ്ടിയിലാ പോണേ? വഞ്ചിയിലല്ലോ, മീൻ നന്നാക്കണണ്ടാ. എന്തോ ഒരു വണ്ടിയിലാണ് പുള്ളിക്കാരെ പോണത്. ഓക്കെ ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ. ആൾക്കാര് ജീവിതം നോക്കൂ. അങ്ങനല്ല, എല്ലാരും വീടും വെള്ളത്തിൽ. ആ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോണോക്ക്. ഗ്യാസും കുറ്റി കൊണ്ടു പോണോക്ക്. കുറച്ച് വലിപ്പമുള്ളൂ അതിന്. വെറൈറ്റി അല്ലേ അവരുടെ ജീവിതം. നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ട് അറിയോ? ഈ വെള്ളം കളിയൊക്കെ നടക്കൂലേ, അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റൊക്കെ അവിടെയാണ് വരുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാരുടെ ജീവിതം ഇത് ഭയങ്കരമായിട്ട് മഴ പെയ്യുമ്പോൾ ഉള്ളോട്ട് കയറൂലേ വെള്ളം? ആലപ്പുഴക്കാരിക്ക് അറിയില്ലേ? പക്ഷെ ഈ വ്യൂ കണ്ടിട്ട് നമുക്ക് ഫുഡൊന്നും വേണമെന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഫുഡല്ലേ ഇതാ വരുന്നത്. ഞങ്ങൾ ഈ വ്യൂ, വിശാലമായ ഈ വ്യൂ ഒന്ന് കാണട്ടെ. കിങ്സ്റ്ററിന്റെ ടെമ്പിൾ അവിടെ ഉണ്ട്. നമ്മളെ ഹൗസ് ബോട്ടിന്റെ പേരാണ് കിങ്സ്റ്റർ. ഓക്കെ, രണ്ടാള് പോണത് അവിടെ മീൻ നന്നാക്കണമെങ്കിൽ അമ്മച്ചി ചെവി തോന്നുന്നുണ്ട് ചേട്ടൻ. അമ്മച്ചേ സ്കൂൾ കുട്ടികൾ നോക്ക്, സൂം ചെയ്ത് തന്നെ 5x ഇട്ടോ. ഓ ഇവിടുന്ന് സ്കൂളിൽ പോണം അങ്ങട് അല്ലേ? ഇവിടുന്ന് സ്കൂളിൽ പോണല്ലേ? രാവിലെ തന്നെ ഹൗസ് ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. ശിങ്കുവിന്റെ ടാറ്റ ഒന്നും ഇവരുടെ ആരും എടുക്കണില്ല. കണ്ടില്ല. ഒരു ഡെയിലി ഇത്രയും ആൾക്കാരെ കാണുന്നല്ലേ, കണ്ടിട്ടില്ല. ശശി എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നമ്മള് ഡെയിലി പോണ പോലെ തന്നെ. അവിടെ റിസോർട്ട് നോക്ക്, 5 എണ്ണം. നല്ല രസമില്ലേ? വെള്ളത്തിന്റെ മേലെയാ അടുപ്പിച്ചിട്ട്. വെള്ളത്തിന്റെ മേലെയാ. ഞാൻ എവിടെ സ്റ്റേ ചെയ്തറിയോ? കഴിഞ്ഞ വട്ടം വന്നപ്പോ ഈ കുറ്റിക്കാട് ഉണ്ടോ? ആ കുറ്റിക്കാടിന്റെ തൊട്ടപ്പുറത്ത്. അല്ലടി, കുറ്റിക്കാട് കണ്ടോ? കുറ്റിക്കാട് വെള്ളത്തില് അതിന്റെ നേരെ ഓപ്പോസിറ്റ് വീടുണ്ട്, അവിടെ സ്റ്റേ ചെയ്ത്. യെസ്, ആ കുറ്റിക്കാടിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ. അപ്പൊ നിങ്ങൾ എന്താ അവിടെ വഞ്ചി വന്നോ? ഇല്ല, അവിടെ റോഡുണ്ട്. അതിലെ റോഡുണ്ട്. റോഡുള്ള സ്ഥലാന്നല്ലേ? അല്ല, ഇതിന്റെ ടൈമില്ല. ഷിങ്കൊക്കെ റഷ്യയിലാണ്. ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഞാനും അക്കീർ ജീപ്പിൽ വന്നില്ലേ, ആ സമയത്ത്. എന്തായാലും കൊള്ളാം, നല്ല വ്യൂ അല്ലേ? നോക്ക്, അന്നിങ്ങനെ ഹൗസ് ബോട്ടിലൊക്കെ നിക്കണം എന്നിങ്ങനെ വിചാരിച്ചു. ജീപ്പിൽ അല്ലേ? സാധാ ഷിക്കാര ഇവിടെ കിട്ടും. എത്ര 600 മുതൽ. അത് രസമാണ്. 2 മണിക്കൂറിന് 1200 റുപ്യാണ് അന്ന് പറഞ്ഞേ. ഞങ്ങൾ 1000 റുപ്യ കൊടുത്തു. കൊള്ളാം, നൈസ്. ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ?
ഭക്ഷണം ഹംഗ്രി അല്ല, എന്നാലും ബാ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണ്ടേ, എന്തെങ്കിലും കഴിച്ചാലല്ലേ ഇറങ്ങാൻ പറ്റൂ. ക്യാമറമാൻ ആയിഷ കുടുങ്ങിയിരിക്കണ്. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ശിങ്കുൻ എന്താ വേണ്ടേ? ഇഡ്ഡലി തന്നെ ഉള്ളൂ. അല്ല നമ്മളിത് കുറച്ച് മതി എന്ന് പറഞ്ഞുകൊണ്ടാ, കാരണം ഐഷന്റെ വീട്ടിൽ പോകാണ്ടല്ലോ. അപ്പം ഇവര് ചെക്കൗട്ടിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കും എന്തൊക്കെ വേണം അങ്ങനെ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ഇന്നലെ രാത്രി തന്നെ വന്ന് ചോദിച്ചു. 2-3 നമ്മ ഐഷന്റെ വീട്ടിലേക്ക് പോണ കാരണം കുറച്ച് മതി എന്ന് പറഞ്ഞിരിക്കും. അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ചെയ്തോക്കട്ടെ. ഇതോ റിസോർട്ടോ? ഇവിടൊക്കെ ഞാൻ നിന്ന ചട്നി കൊള്ളാം. റിസോർട്ടിന്റെ അവിടെ എത്തി നോക്ക്. അതാ വെള്ളംകളി കളിക്കുന്ന സ്ഥലമായിട്ടത്. അതാണ് അവിടെ കണ്ട ബൗണ്ടറി വെച്ചേക്കണ്. ഇവിടെയാണ് വെള്ളംകളീന്റെ. ഇവിടെ അല്ല, പിന്നെ കറക്റ്റ് ഒരു ഇത് കാണാം, ഒരു ബിൽഡിംഗ് ഉണ്ട്. വെള്ളംകളീന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒക്കെ കാണുന്ന ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടേക്ക് വണ്ടി പോകും ഇപ്പോ. സർവണ ഭവനിത്ത നോക്കട്ടെ, സാമ്പാർ പോലെ നോക്കട്ടെ. നല്ല മടിയുടെ കിട്ടി. ചട്നിയും ചട്നി മാത്രം നല്ല ടേസ്റ്റ്. ഈ വ്യൂ ഈ ഫുഡ് ചട്നി തമിഴ്നാട്ടിലെങ്ങാടി ടേസ്റ്റ് ഇവിടെ. സർവണ ഭവന് ആണ് ഏറ്റവും ഫേമസ് ആണ്. ഷെഫ് സൂപ്പർ കേട്ടോ. ഇഡ്ഡലിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇനി മതി, ഇനി കഴിച്ചോ. ക്യാമറമാൻ കഴിച്ചോ, ക്യാമറമാൻ കട്ട് ചെയ്തിട്ട് കഴിച്ചോട്ടോ. സോ ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കുറച്ച് നേരമൊക്കെ ഉള്ളൂ. അത് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ലാൻഡ് ചെയ്യാൻ ഫ്ലൈറ്റോ അല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ പാർക്ക് ചെയ്യും. ഇതുണ്ടോ, എനിക്കൊന്ന് പങ്ക് കറക്കണം. അത് ലാസ്റ്റ് നമുക്ക് ഇറക്കാം. അപ്പൊ ലാൻഡ് ചെയ്തിട്ട് കറക്കിയിട്ട് എന്ത് കാര്യം? ഒരു സാധനം ഇവിടെ ലോക്കായി പോയി. ആ കാണാണ് എന്ത് സ്റ്റാർട്ടിങ് പോയിന്റ്. അങ്ങോട്ടേക്കാ, അതാണ് അങ്ങോട്ടേക്കാണ് വെള്ളം കളി നടക്കുന്ന സ്ഥലം. ഇല്ല മൈൻഡ് ആക്കണ്ട കാര്യം. സ്റ്റാർട്ടിങ് പോയിന്റിന്റെ ഇത് കണ്ടോ, സ്റ്റേഡിയം. അതാ ആ ബ്ലാക്ക്, ആ ബ്ലാക്ക് ആണ് സ്റ്റേഡിയം. ഓക്കെ, ഞാൻ സ്റ്റേ ചെയ്തത് അവിടെ അല്ല കേട്ടോ. ആ ഹോട്ടലില്ലേ, ആ കാണുന്ന റെഡ്, തൊട്ടിപ്പുറത്ത്. അല്ല, ഇപ്പോഴാണ് അത് ഓർമ്മ വന്നത്. ഇനി കുറച്ച് പറയും ഞാൻ അവിടെ അല്ല, അപ്പുറത്താണ്. ഞാൻ കുറ്റിക്കാട്ടിലായിരുന്നു. ഇനി കുറച്ച് പറയും ഞാൻ ആ സ്ഥലത്ത് റെഡ് ബിൽഡിങ്ങിന്റെ അവിടെ. ഞാൻ താമസിച്ചിട്ടില്ല. പോരെ, കഴിഞ്ഞില്ലേ പ്രശ്നം, കഴിഞ്ഞില്ലേ? എന്തായാലും സൂപ്പർ ആയില്ലേ. ആർക്കൊക്കെ വണ്ടി ഓടിക്കണ്ട്? ആയിഷ അല്ല, പിന്നെ ശിങ്കുനല്ലേ? സുന്ദരി ലൂയിയാണ് ഞങ്ങ പോവാണേ. ഫുഡ് കഴിക്കുന്നു, ഭാവി ഫോണിൽ കളിക്കുന്നു. ക്യാമറമാൻ കൊടുക്കാം. ക്യാമറമാൻ വി ആർ ഗോയിങ്. സമ്മതിക്കാന്നറിയില്ല, ഇനി ലൈസൻസ് ഒക്കെ വേണമെന്നാ പറഞ്ഞേ. അങ്ങനൊന്നല്ല, ജസ്റ്റ് കയറി നിന്നിട്ട് ഇവളെ വിചാരം എന്താ അറിയാ, ഇനി ഓളാണ് വണ്ടി ഓടിക്കാൻ പോണെന്നാണ്. കുക്കിനെ കാണിച്ചു കൊടുത്താലോ നമ്മൾ പറയണ്ടേ? നല്ല ഫുഡല്ലേ. കുക്ക് ഉണ്ടല്ലോ ഇവിടുത്തെ കുക്കിനെ, ഇവിടുത്തെ കുക്കിനെ കൈ കിട്ടിയാണ്ടല്ലോ കൊണ്ടുപോവാ. ബെസ്റ്റ് കുക്ക് ഒന്ന് പെർമിഷൻ ആലപ്പുഴ ബെസ്റ്റ് ഒന്നല്ല. ഷെഫ് ഇവിടെ ഇല്ല. ഇതാണ്, ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് ഫുഡൊക്കെ പാചകം ചെയ്തിട്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഒരു അടുക്കള പോലത്തെ തന്നെയല്ലേ വീട്ടിലത്തെ. മെയിൻറ്റെയിൻ ചെയ്തിക്ക്. ഇവിടെ പോകുമ്പോ നോക്ക്, നല്ല രസല്ലേ. ഹായ് ലൂയി പറഞ്ഞു. ഇവിടെ ഇതിലില്ലേ സ്വർണ്ണപ്പെട്ടി ഉണ്ട്. ഇതാ മാറിക്കൊക്കെ. ആ നിധി, ഇതിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മള് സ്വർണ്ണം ഇടുക. ഇതൊക്കെ പറയും. ഇതെന്തിനറിയോ? മീൻ പിടിക്കാന്. ഇത് തുറന്ന് മീൻ പിടിക്കാം. ഇതെല്ലാം റൂംസുകളാണ്. ആ ഞങ്ങളങ്ങനെയാണ്. ഇതെല്ലാം റൂംസുകളാട്ടോ. ഒക്കെ റൂമുകളാ. നമുക്ക് പോയി കപ്പിറ്റൻ. ഷെഫ് ആരാ ഇതില്?
ആ പുള്ളിയാണ് ഷെഫ്. ഷെഫ് എവിടെ? വേറെ നിങ്ങളെ സമ്മതിച്ചിട്ടോ? നല്ല ഞങ്ങളെ കൂടെ പോരുന്നോ വയനാട്ടിലേക്ക്? വയനാട്ടിക്ക് പറഞ്ഞെടുത്തുണ്ട്. എന്തായാലും നിങ്ങളെ ഫുഡ് സൂപ്പർ. 3 നേരത്തെ ഫുഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇപ്പത്തെ ചട്നി പ്രത്യേകിച്ച്. മീൻകറി മീൻ പൊരിച്ചതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു പ്ലീസ്. അത് എന്താ ചെയ്ത്? നമ്മൾ ആദ്യമേ മീൻ നല്ലപോലെ തേച്ച് കയറിയിട്ട് ജിഞ്ചർ ഗാർലിക് ഇത് നമ്മൾ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കുക. ഓക്കെ, പേസ്റ്റ് ആക്കിയിട്ട് അത് കൂത്ത് പിടിപ്പിക്കുക. ഇതൊക്കെ ഇവര് ചെയ്യാറ്, പക്ഷെ ആ ടേസ്റ്റ് വരുന്നില്ല. അല്ല മസാലയിലാക്കല്ലേ? ഓ അത് കഴിഞ്ഞ് നമ്മൾ മസാല ചേർത്തിട്ടുണ്ട്. ഓ ഇത് തേച്ച് പിടിച്ച് കഴിയുമ്പോൾ മസാല നമ്മളെ മുളക് പൊടി, അല്പം മൈദ മാവ്, ഉപ്പ്, പിന്നെ ഇത്തിരി മീറ്റ് മസാല അത് പുരട്ടി ഉപ്പ് ഇട്ട് ഇളക്കി. ഫിഷ് മസാല അല്ല, മീറ്റ് മസാല. മസാല ഇട്ടാൽ മുളക് പൊടി വേണം. മുളക് പൊടി കിട്ടി, ഞാൻ ചോർത്തി എടുത്ത്. ഇത് ഞാൻ ട്രൈ ചെയ്യുന്നത്. അത് വെള്ളം ചേർക്കൽ. നമ്മളൊക്കെ മീൻ പൊരിക്കുമ്പോ വടി പോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിക്ക്. അത് അതിനകത്ത് വെള്ളം ചേർക്കൽ. കുറെ സമയം കഴിയുമ്പോൾ ഇത് എത്ര നേരം വെക്കണം? പിടിക്കുന്ന നമ്മള് പൊരിക്കുമ്പോ എന്താന്ന് വെച്ചാൽ ഒരു വടി പോലെ ഇങ്ങനെ എർത്തടിച്ച പോലെ. ഇത് നല്ല പഞ്ഞി പോലെ ഇങ്ങനെ ഇത് പറിച്ചെടുക്കുമ്പോ കൊറേ ഇടാം നമ്മൾ ഇച്ചിരി തുള്ളി. മനസ്സിലായി. ഒരു റെസിപ്പി രാവിലെ വെച്ചാലും വൈകുന്നേരം ഇരുന്നാലും അതേപോലെ എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണോ? ഫിഷിന്റെ റെസിപ്പി ഉമ്മടുത്തേക്ക്. താങ്ക് യു. നമുക്ക് മാത്രല്ല എല്ലാവർക്കും കിട്ടി. പിന്നെ ഇവരൊന്നും ജീവിതത്തില് ബീട്രൂട്ട് അങ്ങനത്തെ സാധനം ഒന്നും കൂട്ടാറില്ല. ഇന്നലെ കൊറേ ബീട്രൂട്ട് കഴിക്കുന്നുണ്ട്. ഇതൊന്നും പച്ചക്കറി ഒന്നും പുഴുങ്ങുക. അല്പം ഒരെണ്ണം മതി. അത് ഒരെണ്ണം നമ്മൾ അടുപ്പായിട്ട് പുഴുങ്ങിയിട്ട് മിക്സിയിലിട്ട് ജാറിലടിക്കുക. ഇച്ചിരി ജീരകം, നല്ല ജീരകം, അതും അതിനകത്ത് അടിച്ചു കഴിയുമ്പോൾ തേങ്ങ അതും അതിനകത്ത് അടിച്ചിട്ട് നേരെ പിന്നെ ഉള്ളി, മുളക് ഇതെല്ലാം കൂടെ എണ്ണ ഒഴിച്ച് എന്നിട്ട് അത് ആറിക്കഴിയുമ്പോൾ ഇച്ചിരി തൈര് ഒഴിക്കും. ആറിക്കഴിഞ്ഞാൽ തൈര് ഒഴിക്കാം. ഇവരൊന്നും ഈ പച്ചക്കറിന്റെ അടുത്തേക്ക് പോകാത്ത ടീമാണ്. ഇന്നലെ കോരി ഒഴിച്ച് നല്ലത് പച്ചക്കറിയാണ്. ഇവര് വയനാട്ടുകാരല്ല. അന്നേരം ഈ ചിക്കൻ, ബീഫ്, ചിക്കൻ ഇല്ലാത്തൊരു ദിവസം ചേട്ടൻ ഫുഡ് താങ്ക് യു പറയ്. താങ്ക് യു. നമുക്ക് പോയി ഓടിച്ചു നോക്കുമ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. താങ്ക് യു സോ മച്ച്. കമോൺ, ഒന്ന് നിൽക്കാമോ ചേട്ടാ? അവർക്കൊരു ആഗ്രഹം ഒന്ന് ഓടിക്കാൻ പറ്റുമോ? ഒന്ന് ഓടിച്ചൊരു വീഡിയോ. വളയ്ക്കുമൊന്നും പറ്റില്ല. വളയ്ക്കാൻ പറ്റില്ലല്ലേ? അതൊക്കെ എനിക്ക് പറ്റും. ഇതിന് ലൈസൻസ് വേണം അല്ലേ? കട്ടാവൊന്നുമില്ലല്ലോ അല്ലേ? പ്രശ്നമുണ്ടോ? അങ്ങനല്ല, ഓടിക്കല്ലേ, വെറുതെ ജസ്റ്റ് ഇരുന്നാ മതി. ഷോ കാണിക്കാൻ അല്ലേ? എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇതാണ് ഇതിന്റെ ആക്സിലേറ്റർ, ഇത് ഗിയർ, ഇത് ഗിയറോ? അത് ബ്രേക്ക്. ഏറിയില്ല, എനിക്കറിയില്ല. ഞാൻ വെറുതെ പുട്ടടിക്കാൻ. ഇതാണ് റിവേഴ്സ് ഗിയർ. ഡ്രൈവറോട് എക്സ്പീരിയൻസ് ഇതൊക്കെ ഹോൺ ഇതാണ്. ഹോണോ വണ്ടി ഞാൻ വേണ്ട. ഫോണ് കൊള്ളാം. ഇത് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ആരെങ്കിലും ഓടി വരും. ഇതിന്റെ ഉള്ളിലത്തെ പുള്ളിയാണ് ബാക്കിലുള്ളെങ്കിൽ പുള്ളി വരും. ആവശ്യത്തിന് പുള്ളിക്ക് ഒരു ചായ വേണം. ഇന്ന് നോക്കിയിട്ട് പറയും ചായ. പിന്നെ വള്ളി വലിക്കാൻ അവിടുത്തെ നങ്കൂരടാൻ അല്ലേ? പാർക്ക് ചെയ്യണ്ടേ? മൊത്തത്തിൽ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. നീ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാ മതി. ഞാൻ ഓടിച്ചിട്ട് ഞങ്ങള്
അമ്മ ഇത് കറങ്ങി. ആ ഇത് ഇങ്ങനെ തിരിക്കല് പിടിച്ചാ പിടി മതിയാ? പൈലറ്റ് അങ്ങോട്ടേക്ക് പോവോ ക്യാപ്റ്റൻ? പോ, പോ, പോ. എല്ലാരും മാറിക്കാൻ മറി. 2 ഹോണൊക്കെ അടിക്കി. വേണ്ട, വേണ്ട. ഇത്. എനിക്ക് പേടിയാ. ഇത് ചെണ്ട ഇത് നല്ല ഡിസൈനിൽ ഡിസൈൻ ചെയ്തതാണ്. എന്നാ അടിക്ക് വാ ഓടിക്കാം. ഓടിക്ക് ഓടിക്ക് ഇങ്ങോട്ട് തിരിക്കി ഇങ്ങോട്ട് തിരിക്കാൻ തിരിക്കി ആ അല്ലോ പോവാ. തിരിക്കി ആ ആ ആ അതാ ലൂയി കൂടി തിരിക്കുന്നുണ്ട്. ഇങ്ങടോ. തിരിക്കി മതിയാ എന്നാ പിടിച്ചോ. തിരിച്ചോ എന്നാ തിരിക്കലോ. ബൂം ബൂം അമ്മ ഓടിച്ചിക്കേ. തിരിയുണ്ടോ നോക്കട്ടെ. തിരിഞ്ഞിക്ക് കുറച്ച്. അവിടെ തിരിയില്ല. ദേ ഇപ്പൊ തിരിഞ്ഞി. ഫുള്ള് ഒടിക്കത്. ഓ ഇതെങ്ങനെയാ അറിയോ മൊത്തം ഓടിച്ചെന്നൊക്കെ ഇങ്ങനെ നിക്കും. ഓ ഇത് മറ്റേ കാറിന്റെ പോലെ അല്ല കുറെ തിരിക്കണം കേട്ടോ. എന്നാ പിടിച്ചോന്നാ ഇടുന്നോ. താങ്ക് യു സോ മച്ച്. ഓ ഞങ്ങൾ ഓടിച്ചു. ഉമ്മ വരുന്നുണ്ട് ഉമ്മയുടെ എടുക്ക് വഴുക്കണ്ട കേട്ടോ. ഇറങ്ങിയിട്ട് എടുത്താ മതി. ആലപ്പുഴക്കാരി ഇവിടെ ആലപ്പുഴക്കാരിയാ. അതാ വരെ ചെരുപ്പ അല്ല ഓരോ ചേട്ടൻ അതവിടെ ഇന്നോളൂ. അല്ല പുള്ളി കൊൽക്കത്ത 2 വർഷം കൊണ്ട് ഇത്രയും മലയാളം പഠിച്ചോ? അത് കൊള്ളാട്ടോ. അവരുടെ പുള്ളിക്ക് ഒരു മലയാളി ലിസ്റ്റ് ഉണ്ട്. അത് നോർത്ത് ഇന്ത്യൻ ലുക്ക് അല്ല ഉള്ളത്, മലയാളി ലുക്കാണ് പുള്ളിക്ക് ഉള്ളത്. കൊള്ള എന്തായാലും ഇതിന്റെ ഡിസൈൻ ഒക്കെ കൊള്ളാലേ. ഇതൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്ന ചെണ്ടെന്ന്. പേരെങ്ങനെയാ? പേര് ഇത് മലയാളി പേരും ഉണ്ട്. അഷ്കർ. ചേട്ടൻ അപ്പു. അതും മലയാളി പേരാണ്. ചേട്ടൻ മലയാളിയല്ലേ? ആണ്. ചുമ്മാ പറഞ്ഞ. ഹലോ പുതിയ ബ്ലോഗേഴ്സാ. വീഴൂലല്ലോ അല്ലേ? ഇവിടെ ഇരുന്നോ. നമ്മളൊരു 1/2 മണിക്കൂർ കൊണ്ട് സ്റ്റോപ്പ് ആവില്ലേ വണ്ടി? ഓ എത്തൂലേ? 9 മണി ആയില്ലേ? കറക്റ്റ്. എങ്ങനെ ഈ ഇത് ഓടിച്ച എക്സ്പീരിയൻസ് ആവും? ടെൻഷൻ ഒന്നുമില്ല ഓടിക്കുമ്പോ? ടെൻഷൻ ആയിരിക്കും അല്ലേ? ഇത് പിടിച്ചാ കിട്ടോ? എന്തെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പൊ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാല് എവിടെ നിൽക്കും? എത്ര ദൂരത്ത് നിൽക്കും വണ്ടി? ഒരു 100 മീറ്ററിൽ നിൽക്കുവോ? ഇവിടെ എല്ലാവരും നല്ല സഹകരണല്ലേ? ഇങ്ങനെ എല്ലാം വന്നതിനിങ്ങനെ മാറിയൊക്കെ തരില്ലേ? കാരണം ഞാൻ മോളിൽ നിന്ന് കണ്ടിരുന്നു അപ്പുറത്തെ പോയിട്ട് ഹലോ ഹായ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കണ്ട്. പരിചയം ഉണ്ടല്ലോ. എന്തായാലും കൊള്ളാം. ഇത് ലക്ഷറി കാറ്റഗറിയിലല്ലേ ഈ ഹൗസ് ബോട്ട് വരുന്നത്? പ്രീമിയം ലക്ഷറി പ്രീമിയം ആണ്. ഇതിന്റെ താഴെ ഉണ്ടോ മറ്റേ അതുപോലത്തെ? ഇതൊക്കെ അതൊക്കെ പ്രീമിയം വരും അല്ലേ? ഗ്ലാസ് ഇട്ടതൊക്കെ ഒരു പ്രീമിയം ആണ്. ഗ്ലാസ് ഇടാത്തതാണ് എ സി ഒന്നും ഇല്ലാത്തത്. ഫുൾ ടൈം എ സി ഉണ്ടാവൂലേ? നൈറ്റ് മാത്രം റൂമിൽ മാത്രം. ഞാൻ കണ്ടിരുന്നു. പ്രകൃതി ഭംഗി കാണിച്ചു കൊടുക്കും. നമ്മൾ അതിലേ വന്ന് ഓർമ്മയുണ്ടോ? ഓ ഇപ്പൊ നമ്മ പാർക്ക് ചെയ്യാൻ പോണെങ്കിൽ തിരിച്ചങ്ങോട്ട് പോണോ? എത്തി. ഇങ്ങനെ 10-20 മിനിറ്റ് കൊണ്ട്. അപ്പൊ കറക്റ്റ് അങ്ങനെ എടുക്കാനൊക്കെ അറിയാലേ? ടൈമിങ്ങിന് എത്തിക്കാനൊക്കെ അങ്ങനൊക്കെ പറ്റൂലേ? നീ വല്ലാണ്ട് ചോദ്യം ചെയ്യുന്നു. അല്ല അങ്ങനല്ല, ഞാൻ കാർ ഓടിക്കണ പോലെ ആണോന്ന് ചോദിക്കും. അങ്ങനെ കാറാണെങ്കിൽ നമുക്ക് ഒരു ഇത് ഓടിച്ചാൽ ഒരു ഇതിൽ എത്താലോ, അതുപോലെ ഇത് പിടിച്ചാ കിട്ടുമെന്ന് ചോദിച്ചതാ. കിട്ടും. ഓ ഇനി നമുക്ക് അറിയാം. ഞങ്ങളൊന്നും ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഓടിക്കുന്നതും.
അല്ലാണ്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണല്ല കേട്ടോ, അറിവ് കിട്ടാൻ വേണ്ടി. പിടിച്ചിട്ടുണ്ട് അറിയാം, ചിലപ്പോ അറിയാൻ പറ്റും, ചിലപ്പോ അറിയാൻ പറ്റില്ല. വെള്ളമൊക്കെ കുറെ കയറുന്ന സമയത്തോ? ആ ഇല്ല, ഈ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുമോ? വെള്ളം അങ്ങനെ കയറിയില്ല. ഈ 18 വെള്ളത്തിലൊക്കെ അതിന് മാത്രമേ കയറിയിട്ടുള്ളൂ? അതിലെല്ലായിടത്തും കയറി അല്ലേ? അതിലിവിടെ കര ലാൻഡായിട്ടൊന്നും ഇല്ലായിരുന്നു, മൊത്തം വെള്ളം തന്നെ. അപ്പൊ ഇതൊക്കെയോ എന്ത് ചെയ്ത്? ഈ വെള്ളത്തിനൊപ്പം പൊങ്ങി പോരും. എല്ലാം കെട്ടി ഇട്ട്. ആ അതാ വേറെ ബ്ലോഗർ. ഓയ് ഓയ് മലയാളികളല്ല തോന്നുന്നു. മലയാളികളല്ല, തമിഴ് എന്തോ ആണ്. ഓരും വരൂല്ലേ എല്ലാരും? തമിഴ്നാട്ടുകാരാട്ടോ കൂടുതലുള്ള ഇവിടെ. റഷ്യൻസ് വരാറുണ്ടോ? എന്താ ഇവര് റഷ്യയിലാ 6 പഠിച്ചത്. കൊല്ലം റഷ്യ ജീവിച്ച് ഇപ്പൊ ലാൻഡ് ചെയ്തേ ഉള്ളൂ. പഠിക്കായിരുന്നു അവിടെ. ആ ഞാൻ അറിയാം, റഷ്യൻസ് കുറെ പേര് ഞാൻ കണ്ട് ആലപ്പുഴ വന്ന് അവര് ഇവിടെ വന്നില്ലേ കല്യാണം കഴിക്കും പ്രേമിച്ചിട്ട്. അവർക്ക് ഇന്ത്യൻസിന് ഭയങ്കര അത് ഞാൻ കണ്ടിട്ട് ഒരു പെണ്ണ് ആലപ്പുഴന്ന് കെട്ടി. എന്തൊക്കെ കണ്ടുപിടിച്ച് വെച്ചിരിക്കും. അതെ അതെ അതെ, മോസ്റ്റ്ലി ടൂറിസ്റ്റ് സ്പോട്ട് അല്ലേ, അന്നേരം ഇവിടെ കുറെ പേര് വരും റഷ്യൻസ്. ഓക്കെ മാഡം, യെസ്, പസീബ പസീബ. താങ്ക് യു സോ മച്ച്. എന്നാ വാ ഇനി ഓരോ ഓടിച്ചോട്ടെ. ആ പിന്നെ ഒരു കാര്യം, ആക്ടിവിറ്റീസ് ആയിട്ടൊന്നുമില്ല. ആക്ടിവിറ്റീസ് ആയിട്ട് മറ്റേ സ്പീഡ് ബോട്ട്, ആ അതൊക്കെ. ഈ ഫിഷിംഗ് ഉണ്ടോ? ആ വൈകിട്ട് ഇല്ലേ സ്വന്തമായിട്ട് ചൂണ്ടായിട്ട് ചോണ്ട വരിക. കൊണ്ട് വരുന്ന നമുക്ക് ഫിഷ് ചെയ്യാം. ആ അല്ല അത് എന്റെ ഇക്കാക്ക് ചോദിച്ചത്, അപ്പൊ മറ്റുള്ളവര് ചോദിക്കുമായിരിക്കാം. ഫിഷിംഗ് ഉണ്ട്, നിങ്ങൾ ചൂണ്ട ഇല്ല ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചൂണ്ടിട്ടാ മതി. എല്ലാരും പറയാ, അവിടെ ഇരിക്കണവരൊക്കെ പറയുന്നുണ്ട് 20 കിലോന്റെ വാളൊക്കെ കിട്ടാറുണ്ട്. ഉപ്പച്ചി പറഞ്ഞതാ, ഞാൻ തള്ളിയതല്ല, എന്നെ പറയണ്ട. ഉപ്പച്ചി വരട്ടെ, ഉപ്പച്ചിനോട് ചോദിച്ചു. ഉപ്പച്ചിയാണ് ലോക തള്ളു. ബാ 20 കിലോന്റെ വാളൊക്കെ കിട്ടും. വാള ഫിഷ് 20 50 കിലോ കിട്ടോ? ആ അതാ കണ്ട, ഞാൻ തള്ളിയതല്ല. നോക്ക് അവിടെ ഇരിക്കണോര് പറഞ്ഞതാ. എന്നാ മേഡം വാ. താങ്ക് യു സോ മച്ച് ഗൈസ്, പോട്ടെ. താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. ഇടി സ്ലിപ്പ് ആവുക, നോക്കണേ അവിടെ വെള്ളം ഉണ്ടേനും. സോ ഗൈസ്, നിങ്ങൾക്ക് കുറെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നില്ല, എല്ലാം ഷിങ്കു ചോദിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ചിന്തയിൽ പോലും വരാത്ത ഡൗട്ടുകളാണ് ഷിങ്കു ചോദിച്ചത്. ഞാൻ ചോദിച്ചു, എന്റെ ബുദ്ധിയിൽ ചിന്തിക്കുന്ന. എന്തായാലും കൊള്ളാം. എന്തായാലും നിങ്ങൾ മീൻ പൊരിച്ചതിന്റെ റെസിപ്പി കിട്ടിയില്ല ഗൈസ്, നല്ല സോഫ്റ്റ് മീൻ പൊരിച്ചതിന്. എല്ലാരും ട്രൈ ചെയ്യാം, അതെല്ലാരും ട്രൈ ചെയ്യണേ. എല്ലാരും ട്രൈ ചെയ്തിട്ടൊന്ന് പറയും. ഞാനും ട്രൈ ചെയ്യാം ഒരു ദിവസം. പക്ഷെ കരിമീൻ വയനാട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി വാപ്പാനെ വിളിച്ചു പറയണം, വാപ്പ ഒരു കരിമീൻ. ഐഷ പറഞ്ഞേ വേണോ പറയാ. അവരുടെ ഫ്രണ്ട് ഒരു ഫാം നടത്തുന്നുണ്ട്, നമുക്ക് കാറിൽ ഇനി ചെലവില്ല. അതുമല്ല കാറിന് ഒരു പുതിയ സ്മെല്ലുണ്ട്. ഈ മീനൊക്കെ കേറ്റിയിട്ട് വേണം നമുക്ക് ഫാം കാണാൻ പോയാലാ. നമുക്ക് നോക്കാം, എല്ലാം സെറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മള് ആയിഷന്റെ വീട്ടിൽ കാണാൻ പോണോ? ഫിഷ് ഫാം വളർത്തുന്ന ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെയാണ് ഫിഷറീസിന്റെ കാര്യങ്ങൾ. ഇല്ല എനിക്കറിയാം, എന്റെ ഒരു കസിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആലപ്പുഴയിലാണ് ഫിഷറീസിന്റെ മെയിൻ ഇത്. ഇവിടെ എന്ന് വെച്ചാല് ഓരോ ഫിഷിനെ കുറിച്ച് പഠിക്കണതും ഓരോ ഈ ആലപ്പുഴ. ഇല്ല അമ്മ, അത് ആയിഷന്റെ വീട്ടിൽ പോണത് ഈ ബ്ലോഗിൽ ഇല്ല കേട്ടോ. അത് നമുക്ക് വേറെ എടുക്കാം. ഐഷ അങ്ങോട്ട് കൊണ്ടുപോകാം. അത് ബീച്ചിന്റെ അവിടെ. ഇത് കരിമീനാണ് എല്ലാവർക്കും ഫേവറേറ്റ്. ഉമ്മ, പുഴയത്തെ രാജാവ് കരിമീൻ, പുഴയത്തെ കടലീത്തെ രാജാവാണ് ഐക്കൂറ. ഇത് പുഴയിലാണല്ലോ അല്ലേ? അതാണ് പുഴയിൽ വന്നിട്ട് ഐക്കൂറ ചോദിച്ചാൽ കിട്ടും. അതാണ് ശിക്കാർ കേട്ടോ, ശിക്കാർ കുഞ്ഞുപൊട്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഓരോ ബോട്ടിനും നമ്പർ പ്ലേറ്റ് ഉണ്ട്. നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. നമ്പർ പ്ലേറ്റ് ഉണ്ട്. വണ്ടി ഓടിക്കണം, ലൈസൻസ് ഉണ്ട്. കേരളത്തിൽ ആദ്യം തീറ്റ തുടങ്ങിയത് ആലപ്പുഴക്കാരാ. പിന്നെ
ആലപ്പുഴക്കാര് കേൾക്കുന്നുണ്ടല്ലോ. ഓരിപ്പോ തൂക്കി എറിയും. ഓ നമ്മളെ ബോട്ട് പോലെ ഒരു ബോട്ട്. എന്നെ തല്ലി ഗൈസ്. അതും പ്രീമിയം. ഇതും കൊള്ളാം. അവര് നമ്മളെ നോക്കാം. ഗൈസ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഹൗസ് ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരെ വണ്ടിയിലോട്ട് പോവുകയാണ്. ഫുള്ള് ലഗേജൊക്കെയാണ്, അതുകൊണ്ട് ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല. എന്തായാലും ഇറങ്ങട്ടെ, വണ്ടി ആ സൈഡിലാണ്. സോ ഗ്രേറ്റ് ഗൈസ്. അപ്പം പിന്നെ റേറ്റൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ. പീക്ക് ഡേയ്സിന് മാത്രമേ കുറച്ച് കൂടുള്ളൂ, ബാക്കിയെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ്. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് ഇതാ എല്ലാവരും ഇവിടെ ഇപ്പോൾ ഉണ്ട്. വണ്ടീൻ്റെ അടുത്തെത്തി. വണ്ടി താളിയും സ്റ്റാർട്ടാക്കുന്നു. അവിടെ കുറച്ച് ചളിയുണ്ട്, അപ്പോൾ വണ്ടി ഇങ്ങോട്ട് സൈഡാക്കി നിർത്തിയിട്ട് എല്ലാ ലഗേജൊക്കെ കയറ്റട്ടെ കേട്ടോ. ഓക്കെ. സോ ഗൈസ്, ടൈം ടു എൻഡ് ദ വീഡിയോ. നമ്മളത് എല്ലാവരും ഇതോ വണ്ടിയിൽ കയറുകയാണ്. എല്ലാം സെറ്റാണ്. അപ്പം പറഞ്ഞ പോലെ ഇവരെ കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ട് ഹൗസ് ബോട്ടിലൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടുന്ന് ആയിഷൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം. ഓക്കെ.